ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തുളിപ്പ് സ്ലീവ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിനെ പറ്റിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു തിയറി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യമേ തിയറി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സാധാരണ ഞാനിപ്പോൾ കൈയിൻ്റെ തിയറി വരയ്ക്കുമ്പോൾ ഇത്രയും പോർഷനാണ് നമ്മൾ വരക്കുന്നത്. ഇതിൽ 01, 02, 23 ആൻഡ് 13. ഇതിപ്പോൾ ഞാൻ കൈയിൻ്റെ മുഴുവൻ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഇതിൽ 01 എന്ന് പറയുന്നത് ഇതിൻ്റെ കൈ ഇറക്കം തന്നെയാണ്. ഇറക്കം പ്ലസ് 1 ഇഞ്ച്, ഇത്രയും ഭാഗമാണ് നമ്മൾ സാധാരണ തിയറിയിൽ വരക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ട് അത് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഇതിൽ 02, അതായത് 02 എന്ന് പറയുന്ന പോർഷൻ കൈവണ്ണത്തിൻ്റെ പകുതി പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, അത് മുകൾ ഭാഗത്തെ കൈവണ്ണമാണ്. ഇത് ഒരു ഭാഗം, ഇത് ഇപ്പുറത്തേക്കുള്ള ഭാഗമാണ്. അതുപോലെ തന്നെ 13 താഴത്തെ കൈവണ്ണം, അതിൻ്റെ പകുതി പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. 23 എന്ന് പറയുന്നത് ഇതിൻ്റെ കൈക്കുഴിയാണ്. നമുക്കിനി ഇപ്പോൾ തുളിപ്പ് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൈയിൻ്റെ അളവുകൾ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് നിങ്ങളുടെ കൈയിൻ്റെ അളവ് എടുത്തെഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ചുരിദാറിൽ നിന്ന് കൈയിൻ്റെ അളവുകളെല്ലാം, ഇറക്കം, പിന്നെ കൈവണ്ണം, മുകൾ ഭാഗത്തെയും കൈവണ്ണം, താഴ്ഭാഗത്തെ കൈവണ്ണം, അതുപോലെ തന്നെ കൈക്കുഴി എന്നിവയെല്ലാം എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ നിന്ന് നിങ്ങളുടെ കൈയിൻ്റെ അളവ് എടുക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ ഇതിന് മുൻപ് എൻ്റെ ചാനലിൽ ഡമ്മിയിൽ നിന്ന് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാത്തവർ അത് കാണണം. ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണണം. എന്നിട്ട് അളവുകളൊക്കെ എഴുതി വെക്കുക. ഞാനിപ്പോൾ ഇവിടെ കൈയിൻ്റെ അളവുകളെല്ലാം എഴുതി വെച്ചു. കൈയിറക്കം, ടോട്ടൽ കൈയിറക്കം 4 ഇഞ്ച്, കൈവണ്ണം, മുകൾ ഭാഗത്തെ കൈവണ്ണം 16, താഴ്ഭാഗത്തെ കൈവണ്ണം 12, അതുപോലെ തന്നെ കൈക്കുഴി 3 ഇഞ്ച്. ഇനി ഞാൻ നേരെ ഫാബ്രിക്കിലേക്ക് കിടക്കുകയാണ്. നമുക്കിപ്പോൾ ഒരു ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് 2 മീറ്ററാണ് ആവശ്യം. അപ്പോൾ നമ്മൾ ടോപ്പ് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കൈ എപ്പോഴും കട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ടോപ്പിൻ്റെ തുണി എടുത്ത് വെച്ചിട്ടില്ല, ഒരു 1/4 മീറ്ററിൽ തുണിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടോപ്പ് അടിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യമേ ടോപ്പ് കട്ട് ചെയ്ത് മാറ്റുക. അതായത് ഷോൾഡർ, കൈക്കുഴി, ചെസ്റ്റ് എന്നിവയെല്ലാം അളന്ന് കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള തുണിയിൽ നിന്ന് വേണം കൈ കട്ട് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് മാത്രം സെപ്പറേറ്റ് തുണിയിൽ കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫാബ്രിക് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ എന്തോരമാണ് തുണി വേണ്ടത്, 2 മീറ്ററാണ് ടോപ്പ് തയ്ക്കാൻ വേണ്ടി തുണി വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ക്രോസ് പീസ്, അതായത് നമ്മൾ തുളിപ്പ് സ്ലീവ് അടിക്കുമ്പോൾ അതിൽ പൈപ്പിംഗ് ചെയ്യും. അപ്പോൾ പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു മെറ്റീരിയലാണ് വാങ്ങിക്കുന്നത്. അതായത് ഒരു സെറ്റ് ചുരിദാർ ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ പാൻറ്റിൻ്റെ പീസിൽ നിന്ന് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ടോപ്പ് സെപ്പറേറ്റ് അടിക്കുകയാണെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രോസ് പീസ് തുണി കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു 3 പീസ് ഇതുപോലെ ഓൾറെഡി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്രോസ് പീസ്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ കട്ടിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും തുളിപ്പ് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഇതേപോലത്തെ ഒരു പേപ്പറിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ ആണെങ്കിലും മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേസ്റ്റ് തുണിയിൽ ആദ്യമേ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നല്ല തുണിയിൽ കട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് നല്ല തുണി അത്രയും സേവ് ചെയ്യാം. നമുക്ക് ഇനിയും എന്തെങ്കിലും ഇതുപോലെ നെക്കടിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യോക്ക് പീസായിട്ടോ എന്തെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾ അത്രയും മാക്സിമം തുണി സേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഷീറ്റ് പേപ്പർ എടുത്ത് ഇതുപോലെ 2 ഷീറ്റാണിത് ഞാൻ നടുക്ക് ഒട്ടിച്ചെടുത്തു. ഇതുപോലെ ഒറ്റ ഷീറ്റാക്കി എന്നിട്ടാണ് കൈയിൻ്റെ തിയറി അനുസരിച്ചിട്ട് പേപ്പറിലാണ് വരക്കാൻ പോകുന്നത്. ഇതിലിപ്പോൾ ഫസ്റ്റ് നമ്മൾ വരക്കാൻ പോകുന്നത് ഇതിൻ്റെ ഇറക്കമാണ്. അപ്പോൾ കൈയിറക്കം 4 ഇഞ്ചാണ്. ഞാനിപ്പോൾ ആ കൈയിറക്കം ഇത് ഈ പേപ്പറിൽ വരക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് 01 എന്ന് പറയുന്നത് കൈയിറക്കം പ്ലസ് 1 ഇഞ്ച്. അപ്പോൾ 4 ഇഞ്ചാണ് കൈയിറക്കം. അതിന് കൂടി 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി 5 ഇഞ്ചിൽ ഞാൻ ഇതേപോലെ കൈയിറക്കം മാർക്ക് ചെയ്തു. അപ്പോൾ ഈ പേപ്പർ നിങ്ങൾക്കിത് സാധാരണ തുണിയാണെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി, വേസ്റ്റ് തുണിയാണെങ്കിൽ എടുത്താൽ മതി. ഞാനിപ്പോൾ നടുക്ക് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഷീറ്റ് പേപ്പറാണ്. എന്നിട്ട് ഇതിങ്ങനെ നേരെ മടക്കിയിട്ട് നമ്മൾ 5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. നമുക്കിപ്പോൾ നമ്മൾ സാധാരണ തിയറി വരക്കുന്നത് പോലെ തന്നെ ഇതിലും വരക്കാം. ഞാനിപ്പോൾ നടുക്കാക്കി ഇതേപോലെ കറക്റ്റ് ലെവലൊന്ന് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 01 കാൽക്കുലേറ്റ് ചെയ്തു. 01 എന്ന് പറയുന്നത് കൈയിറക്കം പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ ഇതാണ് 01.
0.1 മാർക്ക് ചെയ്തു. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് 0.2 ആണ്. 0.2 എന്ന് പറയുന്നത് കൈവണ്ണത്തിന്റെ പകുതി പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. കൈവണ്ണം ടോട്ടൽ കൈവണ്ണം 16 ആണ്. അപ്പോൾ 16ന്റെ പകുതി 8 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയെടുക്കുമ്പോൾ 9.5 ഇഞ്ചിൽ നമുക്കതും മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ 0.2 കണ്ടുപിടിച്ചു. ഇനി നമുക്ക് 1.3 ഈ ഭാഗമാണ് ഞാനിപ്പോൾ അടയാളപ്പെടുത്താൻ പോകുന്നത്. 1.3 എന്ന് പറയുന്നത് കൈവണ്ണത്തിന്റെ പകുതി പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. കൈവണ്ണം 12 ഇഞ്ചാണ്, താഴ്ഭാഗത്തെ കൈവണ്ണം 12ന്റെ പകുതി 6 പ്ലസ് 1.5 7.5 ഇഞ്ചിൽ അതും മാർക്ക് ചെയ്യാം. അതും മാർക്ക് ചെയ്തു. അപ്പോൾ 1.3യും നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത് 2.3, അതായത് നമ്മുടെ കൈക്കുഴിയാണ്. കൈക്കുഴി എന്ന് പറയുന്നത് 3 ഇഞ്ചാണ് കൈക്കുഴി. നമുക്കതും മാർക്ക് ചെയ്യാം. മുകളിൽ നിന്നാണ് എപ്പോഴും കൈക്കുഴി മാർക്ക് ചെയ്യേണ്ടത്. നമുക്കിനി കൈ നന്നായിട്ട് കുഴിച്ച് വരക്കാം. എന്നിട്ട് 1.3യിലേക്ക് താഴത്തെ കൈവണ്ണത്തിലേക്ക്. അപ്പോൾ തിയറിയിൽ ഇതും 2 തന്നെയാണ്, ഇതും കൈവണ്ണം തന്നെയാണ്. അപ്പോൾ 2.3 ഈ ഒരു ഭാഗമാണ് തിയറിയിൽ കാണുന്ന ഈ പോർഷൻ. ഈ ഒരു ഭാഗം തന്നെയാണ് ഇതും. അപ്പോൾ ഇതും 0.2, ഇതും 0.2. ഓക്കെ, എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്കിനി കൈ കട്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ കൈ കറക്റ്റ് നമ്മുടെ കൈവണ്ണം അതുപോലെ തന്നെ കൈക്കുഴി കൈറക്കം എല്ലാം അളന്ന് കറക്റ്റ് കൈ ഞാനിപ്പോൾ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തു. ഇനി ഞാൻ നിവർത്തുകയാണ്. ഇതാണ് ഞാൻ ഈ വരച്ചിരിക്കുന്ന പിക്ചർ. ഇത് ഫുള്ളായിട്ടാണ് ഞാൻ ഇന്നത്തെ തിയറിയിൽ വരച്ചത്. അപ്പോൾ ഇതാണ് 0, ഇത് 1, ഇത് 2, 3, അതുപോലെ തന്നെ 3, 2. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഏതാണ്ട് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനിയാണ് നമ്മൾ തുളിപ്പ് സ്ലീവിൻ്റെ കട്ടിങ്ങിലേക്ക് വരുന്നത്. ഈ ഒരു പോയിന്റ് വേണം നമുക്കിനി മാർക്ക് ചെയ്യാൻ. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പോർഷൻ. ഇതാണ് നമ്മളുടെ കൈയിൻ്റെ മധ്യഭാഗമാണ് ഇത്. ഇതാണ് കൈയിൻ്റെ നടുക്ക് ഭാഗം. ഈ നടുക്ക് ഭാഗത്തു നിന്ന് നേരെ താഴ്ത്തുനിന്ന് 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ താഴ്ത്തുനിന്ന് ഈ ഒരു ഭാഗത്തേക്ക് 2 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ നിന്നും 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത് ഈ സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് 2 ഇഞ്ച്, പിന്നെ ഈ സെൻറ്ററിൽ നിന്ന് ഈ സൈഡിലേക്ക് 2 ഇഞ്ച്, അതുപോലെ തന്നെ സെന്ററിൽ നിന്ന് ഈ സൈഡിലേക്ക് 2 ഇഞ്ച് എന്നിങ്ങനെ 3 പ്രാവശ്യമായിട്ട് 2 ഇഞ്ച് വീതം മാർക്ക് ചെയ്തു. ഇനി നമുക്കിത് ഈ ജോയിന്റ്സ് എല്ലാം കൂടി ഒന്ന് കൂട്ടി ഷേപ്പിൽ വരക്കാം. നിങ്ങൾക്ക് തിയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ ഭാഗത്തു നിന്ന് 2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു, അതുപോലെ 2 ഇഞ്ച് ഇങ്ങോട്ടേക്ക്, 2 ഇഞ്ച് ഈ ഭാഗത്തേക്ക്. ഞാനിപ്പോൾ റെഡ് ലൈൻ ഇട്ടാണ് ഇതിങ്ങനെ വരച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും വരച്ചിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് നമുക്ക് വരച്ചു. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് വേണം കത്രിക ഇതുപോലെ കൊണ്ടുവന്ന് വളച്ച് വേണം കട്ട് ചെയ്യാൻ. നിങ്ങൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് പോകരുത്. അതായത് ഇങ്ങനെയൊന്ന് വളച്ച് വേണം കൊണ്ടുവരാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഷേപ്പ്, കൈൻ്റെ ഷേപ്പ് കിട്ടുകയുള്ളൂ. നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഈ ഒരു പീസിന്റെ ആവശ്യം നമുക്കില്ല. ഇത് വേസ്റ്റ് ആണ്, ഇതിന്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് ഈ ഒരു പീസ് മാത്രം മതി.
ഇത് വെച്ച് വേണം നമുക്ക് ഇനി 4 പീസ് നമ്മുടെ തുണിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ. അതായത് ഒരു മെറ്റീരിയൽ നിന്നാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു ടോപ്പ് തയ്ക്കാനാണ് നിങ്ങൾ തുണി വാങ്ങിച്ചതെങ്കിൽ അതിൻ്റെ ടോപ്പ് കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള തുണിയിൽ നിന്ന് വേണം 4 പീസ് ഇത് വെച്ചിട്ട് കട്ട് ചെയ്യാൻ. ഇത് വേസ്റ്റ് ആണ്, ഇതിൻ്റെ ആവശ്യം ഇനി ഇല്ല. നമുക്കിത് വേണമെങ്കിൽ കളയാം. അപ്പോൾ അതുകൊണ്ടാണ് തുണിയിൽ കട്ട് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞത്. ഉച്ചിൻ്റെ തുണിയാകുമ്പോൾ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു പേപ്പർ ആണെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മൾ നമ്മുടെ നല്ല തുണിയിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. നമുക്ക് ആദ്യമേ ഒരു പീസ് കട്ട് ചെയ്യാം. നിവർത്തിയിട്ട് നമുക്ക് ചോക്ക് കൊണ്ടൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് സെൻറ്റർ എന്ന് ഞാൻ ആദ്യമേ കാണിച്ചായിരുന്നു. അതൊന്ന് തുണിയിൽ ഇതേപോലെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഒരു കൈ ഇതുപോലെ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ സെന്ററും കൂടി ഒന്ന് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് സെന്റർ. ഇനി ഇതേപോലത്തെ 3 പീസും കൂടി നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതേപോലത്തെ 4 പീസ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിലും ഇതേപോലെ സെന്റർ മാർക്ക് ചെയ്തു. ഞാനിപ്പോൾ ആദ്യമേ കാണിച്ചായിരുന്നു എങ്ങനെയാണ് സെന്റർ മാർക്ക് ചെയ്യേണ്ടതെന്ന്. അതുപോലെ 4 പീസിലും സെന്റർ മാർക്ക് ചെയ്തു. ഇതിലിപ്പോൾ ഈ 2 സ്ലീവ്, അതായത് ഇത് ഒരു കൈയാണ്, നമ്മൾ ഇങ്ങനെയാണ് ഇത് വെക്കുന്നത്. ഇത് ഞാൻ ലൈനിങ് ഇല്ലാതെയാണ് കാണിക്കുന്നത്. ഇത് ബാക്കിയുള്ള ഈ ഒരു സ്ലീവ് ലൈനിങ് ഇട്ട് എങ്ങനെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലൈനിങ് ഇട്ടാണ് നിങ്ങൾ ടോപ്പ് അടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഈ ലൈനിങ് ഇട്ട് എങ്ങനെയാണ് ഫുൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതിൽ ഒരു സ്ലീവ് ഞാൻ കാണിക്കുന്നത് ലൈനിങ് ഇല്ലാതെയും ഒരു സ്ലീവ് ലൈനിങ് ഇട്ടുമാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലൈനിങ് ഇല്ലാതെയാണ് സ്ലീവ് അടിക്കുന്നതെങ്കിൽ ഇതേപോലെ 4 തുണി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ലൈനിങ് ഇട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ തന്നെ ലൈനിങ്ങും നിങ്ങൾ 4 പീസായിട്ട് ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 പീസ്, അതായത് ഒരു കൈക്കുള്ള ലൈനിങ് മാത്രമേ കട്ട് ചെയ്തുള്ളൂ. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ലൈനിങ് ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 2 പീസ്, നമുക്ക് ഒരു കൈക്ക് 2 പീസ് വേണം, അതൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇപ്പോൾ ലൈനിങ് ആണ് ഞാൻ ഇടുന്നത്. ഡിഫറെൻറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എപ്പോഴും വെട്ടുമ്പോൾ ഇവിടെ നിന്ന് ഇതേപോലെ ഒരു കർവ് പോലെ വെട്ടിയെടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കൈക്കൊരു ഷേപ്പ് ഉണ്ടാവില്ല. ഒരു കർവ് പോലെ ആക്കിയിട്ട് വേണം വെട്ടാനായിട്ട്. ലൈനിങ്ങിലും നമുക്ക് സെന്റർ മാർക്ക് ചെയ്യാം. ഒരേ ലെവൽ തന്നെ ആയിരിക്കണം. ഞാനിപ്പോൾ ഒരു കൈക്കുള്ള ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ലൈനിങ് 4 പീസ് കട്ട് ചെയ്യണം. ഞാനിപ്പോൾ 2 പീസേ കട്ട് ചെയ്തിട്ടുള്ളൂ. അതിപ്പോൾ ഒരു കൈ ലൈനിങ് ഇട്ടും രണ്ടാമത്തെ കൈ ലൈനിങ് ഇടാതെയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ തുളിപ്പ് സ്ലീവിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുകയാണ്. നമ്മളപ്പോൾ ആദ്യമേ ഞാനിപ്പോൾ കാണിക്കുന്നത് ലൈനിങ് ഇല്ലാത്ത തുളിപ്പ് സ്ലീവാണ്. അതിനുശേഷമായിരിക്കും ലൈനിങ് ഇട്ട തുളിപ്പ് സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കുന്നത്. അപ്പോൾ ലൈനിങ് ഇല്ലാത്ത തുളിപ്പ് സ്ലീവ് ഞാനിപ്പോൾ ഒരു സ്ലീവ് എടുത്ത് ഇതേപോലെ വെച്ചു. എന്നിട്ട് നമ്മൾ ഈ ഭാഗത്ത് ക്രോസ് പീസ് കൊണ്ട് പൈപ്പിംഗ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ആദ്യമേ ഒരു ഭാഗത്ത് ചെയ്യാം. ഇതിൻ്റെ നല്ല വശത്താണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നല്ല വശം നിവർത്തിയിടുക, നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശം നിവർത്തിയിടുക. എന്നിട്ട് ക്രോസ് പീസിൻ്റെ നല്ല വശം ഇതുപോലെ നിവർത്തിയെടുക്കുക. എന്നിട്ട് ഇത് മടക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് തുളിപ്പ് സ്ലീവ് ചെയ്യുമ്പോൾ ക്രോസ് പീസ് കൂടി ഇതേപോലെ ചെയ്താൽ മതി.
ഇല്ലെങ്കിൽ നമുക്ക് ആദ്യമേ ക്രോസ് പീസ് കൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ പൈപ്പിംഗ് കോഡ് വെച്ച് ചെയ്യാനായിട്ട് രണ്ട് തരത്തിൽ ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതുപോലെ ക്രോസ് പീസിന്റെ പീസ് മടക്കി എടുക്കുക. എന്നിട്ട് നമ്മുടെ സ്ലീവിന്റെ പുറത്ത് വെച്ചിട്ട് സൈഡിൽ വെച്ചിട്ട് ഇതുപോലെ അടിക്കുക. അപ്പോൾ ക്രോസ് പീസിന് നല്ല വശം എടുക്കണം, അതുപോലെ തന്നെ നമ്മുടെ തുളിപ്പ് സ്ലീവിന് നല്ല വശത്ത് വെച്ചിട്ട് വേണം ഇതുപോലെ അടിക്കാനായിട്ട്. അപ്പോൾ ഈ രണ്ട് ലെവലും കറക്റ്റ് ആയിട്ട് വേണം ഇത് അടിക്കാനായിട്ട്. നിങ്ങൾക്ക് പൈപ്പിംഗ് കോഡ് വെച്ച് ചെയ്യുന്നതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ആദ്യമേ നമ്മുടെ സ്ലീവിൽ, അതായത് തുളിപ്പ് സ്ലീവിൽ കട്ട് ചെയ്ത അതേ തുണിയിൽ നിന്ന് തന്നെ ഇതേപോലെ ക്രോസ് പീസ് വെച്ച് കട്ട് ചെയ്ത് അത് അടിച്ചു മറിച്ചതിന് ശേഷം നിങ്ങൾ പൈപ്പിംഗ് കോഡ് വെച്ചിട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ഈ മെത്തേഡിൽ ചെയ്താലും മതി. ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്കിത് തിരിച്ച് നമുക്ക് എന്തോരം വീതി വേണമോ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വീതിയാണ് ഇഷ്ടമെങ്കിൽ അത്ര എടുക്കുക, ഇല്ലെങ്കിൽ വീതി കുറച്ചാണ് ഇഷ്ടമെങ്കിൽ അതുപോലെ അടിക്കുക. നമുക്കിതിൽ പതിച്ചടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ നമുക്കിഷ്ടമുള്ള വീതി വെച്ചിട്ട് നമ്മൾ അടിക്കുകയാണ്. കോഡ് വെച്ചില്ലെങ്കിലും നമുക്ക് വളരെ നേരിതായിട്ട് ഇതുപോലെ അടിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ വീതി കുറച്ചാണ് അടിക്കുന്നത്. നിങ്ങൾ ആ ഒരു വളവ് വരുന്ന സ്ഥലത്ത് ഇതുപോലെ കറക്റ്റ് ലെവൽ ചെയ്ത് കൊണ്ടുവന്നിട്ട് പൈപ്പിങ് ഇതുപോലെ പുറത്തേക്ക്, ഇപ്പോൾ ഈ ഒരു വളവ് വരുമ്പോൾ നിങ്ങൾ കറക്റ്റ് ഇതുപോലെ എടുക്കുക. എന്നിട്ട് പൈപ്പിങ് കുറച്ച് പുറത്തേക്ക് ഇതേപോലെ തള്ളി വെച്ചിട്ട് അടിച്ചാലും മതി. അല്ലെങ്കിൽ നമ്മുടെ ആ സ്ലീവിൻ്റെ ആ ഒരു ഒടിവ് ഇല്ലാണ്ടായി പോവും. നമ്മൾ ഒരു സ്ലീവ് ഇതുപോലെ പൈപ്പിംഗ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒരു സ്ലീവിൻ്റെ തന്നെ ഇനിയുള്ള ഒരു കഷ്ണം കൂടി ഇതേപോലെ സെയിം മെത്തേഡിൽ ചെയ്തെടുക്കാം. ഞാനപ്പോൾ ഒരു സ്ലീവിൻ്റെ പകുതി വശം കൂടി ഇതേപോലെ സെയിം മെത്തേഡിൽ ചെയ്തെടുത്തു. ഇനി നമ്മളിത് രണ്ട് പീസും കൂടി ഒറ്റ കൈയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് സെൻറ്റർ, അതുപോലെ ഇതാണ് ഇതിൻ്റെയും സെൻറ്റർ. നമുക്ക് ഈ രണ്ട് സെൻറ്ററും കൂടി ഇതുപോലെ കൂട്ടി വെച്ചിട്ട് ഈ ഭാഗവും ജോയിൻ ചെയ്യണം. അപ്പോൾ ആദ്യമേ നമ്മൾ ഈ രണ്ട് സെൻറ്ററും കൂടി ഇതേപോലെ കൂട്ടി വെക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് അടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്താം. ഇനി നമുക്ക് അടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്താം. നമ്മുടെ ഒരു തുളിപ്പ് സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്നും കൂടി ഇതിന്റെ സെന്റർ ഒന്ന് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. സെന്റർ നമ്മൾ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി മാർക്ക് ചെയ്യാം. സെന്റർ മാർക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയ തുളിപ്പ് സ്ലീവാണിത്. നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തപ്പോൾ ആ ഒരു ലെവലിൽ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു വളവ് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വളവ് കിട്ടില്ല. അപ്പോൾ ലൈനിങ് ഇടാത്ത തുളിപ്പ് സ്ലീവ് ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി ലൈനിങ് ഇട്ട് എങ്ങനെയാണ് തുളിപ്പ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിനി ലൈനിങ് ഇട്ട തുളിപ്പ് സ്ലീവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാൻ പോവുകയാണ്.
അപ്പോൾ ഞാനിപ്പോൾ ആദ്യമേ പരിചയപ്പെടുത്തിയ സ്ലീവിൽ കോഡില്ലാതെ നമ്മൾ സിമ്പിളായിട്ടാണ് പൈപ്പിംഗ് ചെയ്തത്. ഇനി ഈ വീഡിയോയിൽ, അതായത് ലൈനിങ് ഇട്ട തുളിപ്പ് സ്ലീവിൽ കോഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കോഡ് വെച്ചിട്ട് ഈ മോഡലിലാണെങ്കിലും ചെയ്യാം. അതിപ്പോൾ എല്ലാവർക്കും ഡൗട്ട്സ് വരും. കോഡ് ചിലപ്പോൾ ചില ബിഗ്നേഴ്സിനൊക്കെ കൂടുതൽ ഇങ്ങനെ ഇപ്പോൾ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ച് തയ്യൽ അറിയാവുന്നവർക്കായിരിക്കും ഇത് കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ ബിഗ്നേഴ്സൊക്കെ കോഡ് വെച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ ചെയ്യുക. അപ്പോൾ ഞാൻ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യമേ ഒരു സ്ലീവ്, അതായത് ഒരു സ്ലീവിൻ്റെ ഒരു ഭാഗം ചെയ്യാം. ഇപ്പോൾ ലൈനിങ്, ഇത് നല്ല വശം. അപ്പോൾ ഞാൻ ലൈനിങ്ങും നല്ല വശവും കൂടി ഇതുപോലെ വെച്ചു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നല്ല വശം, ഇത് ഉൾവശമാണ്. ലൈനിങ് ഇതിൻ്റെ അടിയിൽ വെച്ചു. എന്നിട്ട് ആദ്യമേ ഒരു ക്രോസ് പീസ് നിങ്ങൾ ഈ കളറിൽ തന്നെ സെയിം ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. 2 ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം, ഒന്ന് ഇതിനും ഒന്ന് ഇതിനും. നമുക്ക് ഇതിൽ കോഡ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ലൈനിങ് ഇല്ലാത്ത സ്ലീവിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ ക്രോസ് പീസ് വെച്ചിട്ട് സൈഡ് അടിക്കാം. അപ്പോൾ ലൈനിങ്ങിൻ്റെയും ഇതിൻ്റെയും സെൻറ്റർ ഒരേപോലെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ക്രോസ് പീസ് സെയിം തുണി തന്നെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കൊരു 1/4 ഇഞ്ചിൽ അടിക്കാം. ഞാൻ സെയിം തുണി കൊണ്ടുള്ള ക്രോസ് പീസ് കൊണ്ടാണ് ഇതുപോലെ അടിക്കുന്നത്, ലൈനിങ് ഇട്ട്. ലൈനിങ് ഇല്ലാത്ത സ്ലീവിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ലൈനിങ് അടിയിൽ ഇല്ല എന്ന് സങ്കല്പിക്കുക. ഇതുപോലെ സെയിം മെത്തേഡിൽ ചെയ്യുക. ഇനിയിപ്പോൾ അതിലും നിങ്ങൾക്ക് ഡൗട്ട്സ് വരരുത്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലിയർ ആക്കി പോകുന്നത്. അത് ഇതുപോലെ അടിക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് പതിച്ചടിക്കാം. നമ്മുടെ ഈ ക്രോസ് പീസിൻ്റെ പുറത്ത് വെച്ചിട്ട് പതിച്ചടിക്കാം. അപ്പോൾ പതിച്ചടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ആദ്യമേ അടിച്ച ഈ 2 പീസ് ഇതിൻ്റെ അടിയിലുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പതിച്ചടിച്ചതിന് ശേഷം നമുക്കിത് മടക്കി അടിക്കാം. ഇതുപോലെ മടക്കി നല്ല വശത്ത് വെച്ചിട്ട് അടിക്കാം. ബാക്കിയുള്ള ക്രോസ് പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത്രയും ആവശ്യമില്ല, നമുക്കിത് കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം. ഇല്ലെങ്കിൽ നമ്മൾ കൈ വെക്കുമ്പോൾ കൈക്ക് വളരെ കട്ടി കൂടി പോകും. അപ്പോൾ ഇത്രയും കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക്. കുറച്ച് കട്ട് ചെയ്തപ്പോൾ ഞാൻ മാറ്റി. എന്നിട്ട് പൈപ്പിംഗ് കോഡ് എടുക്കുക. നമ്മുടെ തുണിയുടെ അകത്ത് ഇതുപോലെ വെക്കുക. നമുക്കിത് വെച്ച് ചെയ്യാം. സെൻറ്ററിൽ വെച്ചിട്ട് നമ്മുടെ നഖം കൊണ്ട് ഇതേപോലെ ഒന്ന് അറ്റത്തേക്കാക്കി കൊടുക്കുക, അല്ലെങ്കിൽ വീതി കൂടി പോവും. ഇതുപോലെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം.
ചെയ്തെടുത്തു. പൈപ്പിംഗ് കോഡ് വെച്ചിട്ട് ലൈനിങ് ഇട്ട് സ്ലീവിലും ചെയ്തെടുത്തു. ബാക്കിയുള്ള ഒരു ഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. കോഡ് വെച്ചിട്ട് ഇത് നല്ല ഫിനിഷിംഗ് ആയി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ മറുവശമുള്ള സ്ലീവിൻ്റെ പകുതി വശം കൂടി ചെയ്തെടുക്കാം. അപ്പോൾ 2 പീസും ഇതുപോലെ തന്നെ ഒരു പീസ് ഇതേപോലെ സെയിം മെത്തേഡിൽ പൈപ്പിംഗ് കോഡ് വെച്ച് ചെയ്തെടുത്തു. ഇനി നമ്മളിത് ജോയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്കിനി ഇതും സെൻറ്ററിൽ നിന്ന് ഇതുപോലെ തന്നെ അടിക്കാം. അപ്പോൾ നമ്മൾ ലൈനിങ് ഇട്ട തുളിപ്പ് സ്ലീവും അതുപോലെ തന്നെ ലൈനിങ് ഇടാത്ത തുളിപ്പ് സ്ലീവും ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ആദ്യമേ അടിച്ചത് ലൈനിങ് ഇല്ലാത്ത തുളിപ്പ് സ്ലീവാണ്. പിന്നീട് നമ്മൾ ലൈനിങ് ഇട്ട തുളിപ്പ് സ്ലീവ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, കമൻറ്റിലൂടെ റിപ്ലൈ തരുന്നതാണ്. താങ്ക് യു.